ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് ഉദ്ഘാടന ചടങ്ങ് വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്തുക. കൊണ്ടോട്ടി പട്ടണത്തിൻ്റെ സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി ബസ് സ്റ്റാൻഡ് കെട്ടിടം നവീകരിച്ച് നാടിന് സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ടോട്ടി നഗരസഭയിലെ കൗൺസിലർമാർ നടത്തിയ ഘോഷയാത്രയാണ് ഈ കാണുന്നത്. കൊണ്ടോട്ടി 17 നിന്ന് തുടങ്ങി ഘോഷയാത്രയുടെ കൂടെ കുടുംബശ്രീ ഹരിതകർമ്മസേന പ്രവർത്തകരും പങ്കെടുത്തിട്ടുണ്ട്. കുടുംബശ്രീ പ്രവർത്തകരുടെ ചെണ്ടമേളവും ഉണ്ടായിരുന്നു. ഇന്ന് ഘോഷയാത്ര തുടങ്ങിയപ്പോൾ ഗതാഗതം തടസ്സപ്പെടുന്നതിന് പോലീസിനെ സഹായിക്കാൻ കൊണ്ടോട്ടി ട്രോമ കെയർ വളണ്ടിയർമാരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരും ഘോഷയാത്രയിൽ അണിചേർന്നു. അവരിപ്പോൾ നടന്നു നീങ്ങുന്നത് കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കാണ് കേട്ടോ. നഗരസഭാ ചെയർപേഴ്സൺ നിത ഷഹീറും കൗൺസിലർമാരുമാണ് ഘോഷയാത്ര നയിക്കുന്നത്. ഇപ്പോൾ ഘോഷയാത്ര ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്താറായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ നവീകരിച്ച ബസ് സ്റ്റാൻഡിനടുത്തേക്ക് ഘോഷയാത്ര എത്തി സമാപിക്കുന്നതാണ്. നവീകരിച്ച ബസ് ടെർമിനലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ടെർമിനലിന് പേര് നൽകിയിരിക്കുന്നത് പി സീതി ഹാജി ബസ് ടെർമിനൽ എന്നാണ് കേട്ടോ. ഇദ്ദേഹം മരണപ്പെട്ട മുൻ MLA ആണ്. ബസ് സ്റ്റാൻഡ് കവാടത്തിന് മുഹമ്മദുണ്ണി ഹാജിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. ഇദ്ദേഹവും മരണപ്പെട്ടു പോയ മുൻ MLA ആണ്. 2 നിലകളിലായിട്ടാണ് ബസ് സ്റ്റാൻഡ് കെട്ടിടം നിർമ്മിച്ചത്. 1.735 കോടി രൂപ ചെലവിട്ടാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിട്ടുള്ളത്. ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ 75 ലക്ഷം രൂപയും ചെലവിട്ടാണ് ബസ് സ്റ്റാൻഡ് കെട്ടിടം നവീകരിച്ചിട്ടുള്ളത്. ബസ് സ്റ്റാൻഡ് മോടി പിടിപ്പിക്കുന്നതിനു വേണ്ടി 25 ലക്ഷം രൂപയും ലൈറ്റ് കൊണ്ട് അലങ്കരിക്കുന്നതിന് 7.5 ലക്ഷവും കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് 20 ലക്ഷം രൂപയും ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലെ മഴവെള്ളം ഒഴുകിപ്പോകുന്നതിന് ഓട നിർമ്മാണത്തിനും ഫുട്പാത്തിനും 10 ലക്ഷം രൂപയാണ് ചെലവിട്ടുള്ളത്. വനിതാ വിശ്രമ മുറിയുടെ ചുമരിൽ മതസൗഹാർദ്ദ സാംസ്കാരിക ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഈ കാണുന്നത് സ്ത്രീകൾക്കുള്ള വിശ്രമ മുറിയാണ്. കൈക്കുഞ്ഞുങ്ങളുമായി എത്തുന്ന യാത്രക്കാർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പ്രത്യേക തരം വനിതാ വിശ്രമ മുറി സജ്ജീകരിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട ടോയ്ലറ്റുകളും വാഷ് ബേസുകളും നല്ല വൃത്തിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പുരുഷന്മാർക്കും ഭിന്നശേഷിക്കാർക്കും ടോയ്ലറ്റും വാഷ് ബേസും വിശ്രമ മുറിയും മുകളിലത്തെ നിലയിൽ ഒരുക്കിയിട്ടുണ്ട്. ബസ് യാത്ര ചെയ്ത് ക്ഷീണിച്ചു വരുന്നവർക്കും ചെറിയ കുട്ടികൾക്കും വിശപ്പും ദാഹവും മാറ്റാൻ ബസ് സ്റ്റാൻഡ് ഉള്ളിൽ തന്നെ കോഫിയും സ്നാക്സും കൂളിംഗ് ഡ്രിങ്ക്സും എല്ലാം ലഭിക്കുന്ന ഷോപ്പും സജ്ജീകരിച്ചിട്ടുണ്ട്. കോഫി ഷോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ ജനസേവ ഓൺലൈൻ സേവന കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ് കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്നത് ഉദ്ഘാടന ചടങ്ങാണ് കേട്ടോ. നവീകരിച്ച ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം നടത്തിയത് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ഷംസീർ സാറാണ് ഉദ്ഘാടനം നടത്തിയത്. ചടങ്ങിൽ മറ്റ് പ്രമുഖരായ ET മുഹമ്മദ് ബഷീർ MP, വീരാൻ MP, അനിൽകുമാർ MLA, അബ്ദുൽ ഹമീദ് MLA, TV ഇബ്രാഹിം MLA, PK ബഷീർ MLA, ഉബൈദുള്ള MLA, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് MK റഫീഖയും കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ നിത ഷഹീറും മറ്റും കൗൺസിലർമാരും രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.